കുളിച്ചിട്ട് കോഴിക്കോട് മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്ന് ചാടി പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്കാരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴലിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ കയ്യിൽ വന്നു. ഫേസ് വന്ന ആളെൻ്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എൻ്റെ നേരം വന്ന് എന്നെ വലിച്ചടിപ്പിക്കാൻ നോക്കി അയാളുടെ അടുത്തേക്ക്. അയാൾ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഒരു വട്ടം അയാൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അതെ, ഞാൻ അനുഭവിക്കുന്ന വേദനയുള്ള അയാൾ അറിയണം. മുക്കത്ത് പീഡന ശ്രമം ചെറുക്കുന്നതിനിടെ താഴേക്ക് ചാടി അതേ തുടർന്ന് വലിയ ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവരുടെ തന്നെ വാക്കുകളിൽ അക്കാര്യം വിശദീകരിച്ചു. നേരത്തെ അവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. വലിയ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത്. ഇയാളുടെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്ന ഈ പെൺകുട്ടിക്ക് നേരെ അപ്രതീക്ഷിതമായിട്ട് എന്ന് പറയാനാകില്ല എന്നാണ് ഇന്നിപ്പോൾ അവർ പറഞ്ഞത്. കാരണം നേരത്തെയും ഫോൺ മെസ്സേജ് അയച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു ഇയാൾ. പലപ്പോഴും ജോലി നിർത്തി പോവുകയാണെന്ന് പറയുമ്പോൾ മാപ്പ് പറഞ്ഞ് സ്വന്തം മകളെ പോലെയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് മാപ്പ് പറയുകയും മറ്റും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് വീണ്ടും പോയത്. ഇപ്പോൾ ഹോട്ടലിന് 3 പേർ അങ്ങോട്ട് കയറി വരികയും ബലമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. മൊബൈലിൽ ഗെയിം കളിക്കുന്ന സമയത്തായതുകൊണ്ട് ഇയാൾ പിടിക്കുമ്പോൾ പെട്ടെന്ന് അത് ക്യാമറ റെക്കോർഡാവുകയും അതിനകത്ത് ഈ ദൃശ്യങ്ങൾ പതിയുകയായിരുന്നു. ഇയാളുടെ പീഡന ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് താഴേക്ക് ചാടിയ ഈ പെൺകുട്ടി അതീവ ഗൗരവതരമായിട്ടുള്ള പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. അവിടെ നിന്ന് രമ്യ ദാസ് ചേരുന്നു. രമ്യ, അവർ പറഞ്ഞത് മുഴുവൻ കേട്ടു, ഒന്നുകൂടെ അത് ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊരു സാഹചര്യം? അതായത് അവരുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിക്കണം കുട്ടി എന്ന താല്പര്യം ഇങ്ങോട്ട് പ്രകടിപ്പിച്ചതാണോ? ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ ഇടയ്ക്കാണ് അപ്പോൾ നമ്മളോട് ഇത്തരത്തിൽ കുട്ടി മാധ്യമങ്ങളോട് പ്രതികരിക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഈ യുവതി പറയുന്നത് തന്നെ ഇത് തന്നെയാണ്. കാരണം പല തവണ ഇത്തരത്തിൽ ഈ ദേവദാസ് കുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിരുന്നു. അതായത് മൊബൈൽ സന്ദേശങ്ങൾ ഉൾപ്പെടെ നിരവധി തവണ ഇത്തരത്തിൽ ഇയാൾ അശ്ലീല സന്ദേശങ്ങൾ ഉൾപ്പെടെ അയച്ചിരുന്നു. കുട്ടിയുടെ ശരീരഭാഗങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അത്തരത്തിൽ അതായത് കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഇത്തരത്തിൽ ദേവദാസ് കുട്ടിയുമായിട്ടുള്ള സന്ദേശങ്ങൾ മൊബൈൽ ഫോണിലേക്ക് പലതവണ അയച്ചിരുന്നത്. പലതവണ ഇത് യുവതി നിരാകരിച്ചതുമാണ്. പലതവണ വീട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് താല്പര്യമില്ല, ഇത്തരത്തിലൊരു ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പലതവണ യുവതി വീട്ടിലേക്ക് പോയിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് പലതവണയും ഈ കുട്ടി ഈ വീട്ടിലേക്ക് പോകും തോറും ഇയാൾ ക്ഷമാപണം പറയുകയും വീട്ടിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് വരെയാണ് യുവതി പറയുന്നത്. തുടർന്നാണ് വീണ്ടും ജോലി ചെയ്യാനായി സങ്കേതത്തിലേക്ക് യുവതി എത്തുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കെ പുറകിൽ നിന്നും ഇയാൾ വരുന്നത്. ഇയാളും ഇതുപോലെ തന്നെ കൂടെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ യുവതിയെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് യുവതിക്ക് ഗുരുതരമായ അപകടം പറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദം തന്നെയാണ് യുവതി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഗുരുതരമായ പീഡനശ്രമം തന്നെയാണ് ഇത്തരത്തിൽ യുവതി. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കിടന്നുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഈ സംഭവത്തിൻ്റെ ഓർമ്മ വീണ്ടും വന്നിട്ട് കൂടെയാണ്. ആരോഗ്യമായിട്ട് തീർത്തും ക്ഷീണിതയാണ് ശാരീരികമായിട്ട്. അപ്പോൾ മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് കൂടെ ചേർന്നായിരിക്കും സംസാരം. വളരെ നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ സംസാരം. സ്വാഭാവികവുമാണത്. ഇപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയോ? ബന്ധുക്കളെല്ലാം കൂടെയുണ്ടോ? നിയമപരമായിട്ടുള്ള നടപടികൾ ശക്തമായി തന്നെ തുടരുമെന്നാണല്ലോ അവർ പറഞ്ഞത്. ഈ ദേവിദാസൻ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. മറ്റു 2 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണോ? കേസിൻ്റെ സ്ഥിതി എന്താണ്?
ദേവദാസ് ഉൾപ്പെടെ 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. ഇവർ ഇപ്പോൾ 14 ദിവസത്തേക്കാണ് റിമാൻഡ് പ്രതികളായിരിക്കുന്നത്. അതായത് ഈ കേസുമായി യുവതി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവതി അറിയിച്ചിട്ടുള്ളത്. അതായത് പീഡനത്തിൻ്റെ മാനസിക സമ്മർദ്ദമുണ്ട്, കൂടാതെ തന്നെ രോഗാവസ്ഥയിലായ ശാരീരിക ബുദ്ധിമുട്ടുകളും യുവതി നേരിടുന്നുണ്ട്. ഇതിൻ്റെ കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ തന്നെയാണ് യുവതി ഇപ്പോൾ ഉള്ളത്. എന്ന് തന്നെ ആയാലും ഈ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് യുവതി അറിയിച്ചിട്ടുള്ളത്. സനീഷ്, അതാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ആ പെൺകുട്ടി അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ആ ശബ്ദത്തിൽ നിന്ന് തന്നെ അറിയാം, അങ്ങേയറ്റം വലിയ ബുദ്ധിമുട്ടിൽ തുടരുകയാണ് ശാരീരികമായിട്ട്. എൻ്റെ ഈ വേദന അയാളും കൂട്ടരും അറിയണം, എന്നെ ഉപദ്രവിച്ച ആളുകൾ അറിയണമെന്ന് കൂടെ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ചാർജായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റാത്ത നിലയിലാണ് പെൺകുട്ടി. വലിയ കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് അവർ പെട്ടെന്ന് ഇങ്ങനെയൊരു ക്രൂര ഉപദ്രവ ശ്രമം അയാളുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ചാടിയത്. അത് ഫോണിൽ ഇയാളുടെ ഉപദ്രവവും പെൺകുട്ടി ചാടുന്നതും അടക്കമുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് കൂടെയാണ് അത് വലിയ തെളിവായി മാറി. ആ നിലക്ക് വലിയ ജനരോഷത്തിന് അത് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ പലപ്പോഴായിട്ട് നേരത്തെ ഈ മൊബൈലിൽ മെസ്സേജും മറ്റും അയച്ചിട്ട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ് പെൺകുട്ടി അല്പം മുമ്പ് പറഞ്ഞത്. രമ്യ, അവരിപ്പോൾ എവിടെയാണ് വീട് അവരുടേത്? അങ്ങോട്ടേക്ക് പോയല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ബന്ധുക്കളും മറ്റും നമ്മളോട് പറഞ്ഞത്? സനീഷ്, ഇപ്പോൾ ഈ യുവതി ഇപ്പോൾ ആംബുലൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിലേക്കാണ് പോകുന്നത്. ഇന്നലെയാണ് യുവതി ഈ മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ആരോഗ്യാവസ്ഥയിൽ നിന്നും ഡിസ്ചാർജ് ആവുന്നത്. ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ യുവതിയുടെ കുടുംബം, അതായത് അമ്മാവൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുമായെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. അതിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കൃത്യമായി ഈ കേസുമായി ഇവർ മുന്നോട്ട് പോകും. കാരണം നിരന്തരമായി തന്നെ ഈ കുട്ടി ഇയാളിൽ നിന്നും ഇത്തരത്തിൽ വാക്കാലുള്ള പീഡനങ്ങൾ, അതായത് മൊബൈൽ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കൃത്യമായി ഇയാളുടെ പീഡനം ഈ കുട്ടി ഏറ്റിരുന്നു. പലതവണ ജോലി ഉപേക്ഷിച്ച് പോയതാണ്. പിന്നീടും നിരന്തരം ഇയാൾ ഭീഷണിപ്പെടുത്തിയും മറ്റുമാണ് ഇവിടെ സംഗീതത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരുന്നത്. തുടർന്ന് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ആക്രമണ ശ്രമം ഉണ്ടാവുന്നതും യുവതിക്ക് അപകടം പറ്റുന്നതും ആശുപത്രിയിലാകുന്നതും എന്ത് തന്നെ ആയാലും ഈ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് യുവതിയും കുടുംബവും അറിയിച്ചിട്ടുള്ളത്. സനീഷ്, ഞാനൊരു 7:30 ആകുമ്പോൾ ജോലി കഴിഞ്ഞ് വന്നതാണ്. വന്നു കഴിഞ്ഞ് റൂമിലെത്തി കുളിച്ച് ഫ്രണ്ടിൻ്റെ ഡോറ് ലോക്ക് കുറച്ച് ഇങ്ങനെ ഇടുന്ന ലോക്ക് അതിനില്ല. അത് ഒരു അയൺ റോഡാണ്, തട്ടിയിടേണ്ട ലോക്കാണ്. ഞാൻ കുളിച്ചിട്ട് രാത്രി ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ച് കിടന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബാൽക്കണിയിലിരുന്ന് കുറച്ച് നേരം ഗെയിം കളിക്കായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂമിൻ്റെ ലോക്ക് ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോൾ ഒരു 3 നിഴൽ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളെ വന്ന ദേവദാസ് എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി. അടുത്ത് വീടൊക്കെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കി ഉറക്കെ കരഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡ് ഇട്ടായിരുന്നു കളിക്കുന്നത്. അയാളത് കൈ തട്ടിയപ്പോൾ ക്യാമറ ഓണായിട്ട് അയാളുടെ ഫേസൊക്കെ അതിൽ വന്നു. ഫേസ് വന്ന ആളെൻ്റെ ഫോണ് പിടിച്ചേറ്റിട്ട് അയാളുടെ പോക്കറ്റിലിട്ടു. എൻ്റെ നേരം വന്ന് എന്നെ വലിച്ചടുപ്പിക്കാൻ നോക്കി ആളുടെ അടുത്തേക്ക്. ആള് മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഞാൻ വീട്ടിലേക്ക് പോകും, എനിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് അയച്ച് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, നീ എൻ്റെ മോളെ പോലെയാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഒരു വട്ടം ആൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ടത്. ആ വാക്കുകൾ തന്നെ കേൾക്കുമ്പോൾ അത് അങ്ങേയറ്റം ഭയപ്പെടുന്നതാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ തന്നെയും പുറത്തു വന്നിരുന്നു. ആ ഫോണിൽ ആ പെൺകുട്ടി പറയുന്ന ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ദൃശ്യങ്ങൾ. ഇപ്പോൾ ഈ പ്രതിയായിട്ടുള്ള ഹോട്ടൽ ഉടമ അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അയാളും മറ്റു 2 പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. നിയമപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട കുട്ടി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അനുഭവിച്ച ആ വലിയ ഭീകരമായിട്ടുള്ള സമയത്തെക്കുറിച്ച് ആദ്യമായിട്ട് അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു.